ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസത്തിൻ്റെയും അവസാനം നമ്മളിങ്ങനെ ഒരു വചനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നു. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നമുക്ക് നന്ദി പറയാം. നമുക്ക് വചനമൊക്കെ രാവിലെ മുതൽ ഓരോ വചനങ്ങളും കേൾക്കുന്നു, നമുക്ക് വായിക്കാൻ പറ്റുന്നു. എന്തേ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിച്ച് വചനം പ്രാർത്ഥിച്ച് കിടക്കാൻ പറ്റുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ചാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ച് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിങ്ങനെ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളല്ലേ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ മറ്റേ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ത്രൂ ദ ഐസ് ഓഫ് സെയിൻറ്റ് പോൾ, പൗലോസ്ലീഹയുടെ കണ്ണുകളിലൂടെ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പൗലോസ്ലീഹയുടെ കുറച്ച് ടീച്ചിങ്സ് ഒക്കെ നമുക്ക് ഒരു ധ്യാനാന്തരീക്ഷത്തിൽ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് പിന്നീട് സമയം പോലെ നോക്കിയാൽ മതി. പൗലോസ്ലീഹയെ കുറിച്ചാണ് പറയാൻ പോണേ. ഒന്ന്, ഈ 9-ാമത്തെ അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹയ്ക്ക് ഇങ്ങനെ ഒരു മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചം, ശബ്ദം ഒക്കെ നമുക്ക് വായിച്ചിട്ടുണ്ട്, അറിയാം. ഈ ഒരു ബോധ്യം കിട്ടിയ പിന്നെ അത് ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം പൗലോസ്ലീഹ ചെയ്ത ആദ്യത്തെ പ്രവൃത്തികളിലൊന്ന് ഈശോയെക്കുറിച്ച് പോയി പ്രഘോഷിച്ചു. അവൻ ജെറുസലേമിൽ മറ്റിടങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ധൈര്യപൂർവ്വം ഈശോയുടെ നാമത്തിൽ വചനം പ്രഘോഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുക. എസ്പെഷ്യലി നമ്മൾ കാണുന്നത് ഇങ്ങനെ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അത് കാണുന്നുണ്ട്. 28-ാമത്തെ വാക്യത്തിൽ അത് പ്രത്യേകിച്ച് കാണും. വചനം പ്രഘോഷിച്ചുകൊണ്ടാണ് ഈശോയുടെ നാമത്തിൽ. നമുക്ക് ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണിത്. ഇപ്പം നമ്മൾ എന്തോരം വചനം കേട്ടു അല്ലേ? പൗലോസ്ലീഹ ഇങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്, പൗലോസ്ലീഹയ്ക്ക് ഇങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാകുന്നത് ഈ 30-ാം വയസ്സിലാണെന്നൊക്കെ. ഒരു പിന്നെ ഒത്തിരി അതിനെന്തോ ഒരു ആധികാരികത ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു 30-ാം വയസ്സിലാണ് മാമോദീസ സ്വീകരിക്കുകയും ഈശോയെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സമയങ്ങളിൽ നമുക്ക് കുഞ്ഞിലെ മാമോദീസ സ്വീകരിച്ചവരുണ്ട്, ഓരോ പ്രായത്തിൽ ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പം ചിലപ്പോൾ മാമോദീസ സ്വീകരിക്കാതെ തന്നെ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ത് തന്നെയായാലും നമ്മൾ ഈശോയെ കേട്ട് തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് ഓർക്ക്. എത്രയോ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു അല്ലേ? നമ്മളിപ്പോൾ ഈ രാത്രി മാത്രമല്ലോ, ഒരു ദിവസം തന്നെ നമ്മൾ ആരംഭിക്കുന്നത് ചിലപ്പോൾ വചനം കേട്ടുകൊണ്ടായിരിക്കും, വചനം വായിച്ചുകൊണ്ടായിരിക്കും. നമ്മളിതെല്ലാം കേൾക്കുന്നു, ഈശോയെക്കുറിച്ച് നല്ല ബോധ്യങ്ങളുണ്ട്. ബട്ട് ഡു വി പ്രീച്ച്? നമ്മൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പിന്നെ രാത്രിയിൽ നമ്മുടെ ഉറക്കം കളയേണ്ട ഒരു കാര്യം കൂടിയാണത്. എല്ലാ ദിവസവും ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ വചനം പറയണത്, ശാന്തമാകാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ഉറക്കം കെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ഐ ഹേർഡ് എ ലോട്ട് ഓഫ് ബൈബിൾ വേർഡ്സ്. ഞാൻ ഒത്തിരി ബൈബിൾ വാക്യങ്ങൾ കേട്ടു, വായിച്ചു, അറിഞ്ഞു, ചിലപ്പോൾ ബൈബിള് പകർത്തി എഴുതി. പക്ഷേ ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആളുകളിലേക്ക്? അതായത് ഈശോയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാനൊരു ധൈര്യമുണ്ടോ? ഇന്ന് രാത്രി ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. കർത്താവേ, എനിക്ക് ചില സമയത്ത് ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നും ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെന്നും ഞാനൊരു ദൈവവിശ്വാസിയാണെന്ന് പറയാൻ പോലും ചിലപ്പോൾ മടി, ചിലപ്പോൾ ഒരു നാണക്കേട്, ഒരു കോംപ്ലക്സ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് അത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിലായിരിക്കാം, നമ്മുടെ സ്ഥാപനങ്ങളിലായിരിക്കാം, എല്ലാവരോടും ഇങ്ങനെ ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനൊരു മടി. ആ മടി എടുത്ത് മാറ്റിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യാൻ തുടങ്ങണം. ബൈബിൾ വചനങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവിടെയാണ് പൗലോസ്ലീഹയും പത്രോസ്ലീഹയൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ മധ്യസ്ഥം വഹിച്ചൊക്കെ പ്രാർത്ഥിക്കില്ല. യൂദാത്ത ദേവസ്വയുടെ മധ്യസ്ഥം വഹിക്കുന്നു, അന്തോണീസ് പുണ്യാളോട് മധ്യസ്ഥം വഹിക്കുന്നു, എല്ലാം നല്ലതാണ്. പക്ഷേ ഇവരൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈശോയെക്കുറിച്ചാണ്. അപ്പോൾ അവർ ശരിക്കും നമുക്ക് വേണ്ടി, നമ്മൾ ചില നിയോഗങ്ങൾ ഇവരുടെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ ഈശോയോട് ചോദിക്കും. അവർ നമുക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവർ ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനം പറയണം, മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് ധൈര്യത്തോടെ പറയണം. പൗലോസ്ലീഹയൊക്കെ അതാ കാണിച്ചത് നമുക്ക്. ഈ ഈശോയെ അറിഞ്ഞു, പിന്നെ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. നമ്മൾ ആയിരക്കണക്കിന് വചനങ്ങൾ കേട്ടു, ധ്യാനങ്ങൾ കൂടി, ഇങ്ങനത്തെ ടോക്കുകളുടെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നു. ബട്ട് ഡു യു പ്രൊക്ലെയിം? നമ്മൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കണേ. കർത്താവ്, എനിക്ക് നിന്നെക്കുറിച്ച് സംസാരിക്കാൻ, മറ്റുള്ളവരോട് ഈശോയെ നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, വചനം പറഞ്ഞു കൊടുക്കാൻ ഒരു കൃപ തരണം, ഒരു ഓപ്പണിങ് തരണം. എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കായിട്ട് കിടക്കുകയാണ്, ഒരു ടാബു ഫീലിംഗ് ഒക്കെ കിടക്കുകയാണ്, വചനം പറഞ്ഞു കൊടുക്കാനോ ഇല്ലെങ്കിൽ ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ, അതൊക്കെ മാറി കിട്ടണം. ആ ധൈര്യത്തോടെ ഈശോയെക്കുറിച്ച് പറയണം. അതിനുള്ളൊരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ ഈശോ നിങ്ങളെ ഒരു സ്പെഷ്യൽ ഉപകരണങ്ങളാക്കി മാറ്റട്ടെ. ഈ 2026 അനേകരോട് വചനം പറഞ്ഞു കൊടുക്കാൻ, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. ആ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.